ശിവഗിരി എച്ച് റേഡിയോ സാസദസനിത പനിത മഗ മഗരിസ സാസദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവിക, അറഫ ഫൈസൽ, ശിൽപ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. വാട്സാപ്പിലൂടെ ഇനി വിമാന ടിക്കറ്റുകളും ബുക്ക് ചെയ്യാം. ഓം ബിർള രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കർ. കാറും ട്രക്കും കൂട്ടിയിടിച്ച് അപകടം. സംസ്ഥാനത്ത് അത്യാധുനിക ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി സംവിധാനം. സിദ്ധാർത്ഥന്റെ മരണം. ഡ്രൈവിംഗ് ടെക്സ്റ്റ് പരിഷ്കരണം. ഇളവ് അനുവദിച്ചു. ഡേവിഡ് വാർണർ വിരമിച്ചു. കുറ്റമേറ്റ് പ്രതി. റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. വാട്സാപ്പിലൂടെ ഇനി വിമാന ടിക്കറ്റുകളും ബുക്ക് ചെയ്യാം. പുതിയ ഫ്യൂച്ചറുമായി ഇൻഡിഗോ. വാട്സാപ്പിലൂടെ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് പുതിയ ഫ്യൂച്ചർ അവതരിപ്പിച്ച് ഇൻഡിഗോ. ഗൂഗിളിന്റെ റിയാഫി സാങ്കേതിക വിദ്യയുമായി സഹകരിച്ചാണ് ഇൻഡിഗോ ഈ ഫ്യൂച്ചർ വികസിപ്പിച്ചിരിക്കുന്നത്. പോർട്ടബിൾ ഡിജിറ്റൽ ട്രാവൽ ഏജൻസിയായി ഇത് പ്രവർത്തിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക, ചെക്ക് ഇന്നുകളിൽ സഹായിക്കുക, ബോർഡിംഗ് പാസുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, യാത്രയെക്കുറിച്ചോ ഫ്ലൈറ്റുകളെ കുറിച്ചോ ഉള്ള ഇടയ്ക്കിടെയുള്ള അന്വേഷണങ്ങളോട് പ്രതികരിക്കുക എന്നിങ്ങനെയുള്ള വിപുലമായ സേവനങ്ങൾ ഈ ഫ്യൂച്ചർ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയിലും സേവനം ഉപയോഗിക്കാമെന്നും ഇൻഡിഗോ അറിയിച്ചു. ഓം ബിർള രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കർ. എൻഡിഎയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി ഓം ബിർള രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ മുന്നണി സ്ഥാനാർത്ഥിയും സഭയിലെ മുതിർന്ന അംഗവുമായ കൊടിക്കുന്നിൽ സുരേഷിനെ ശബ്ദ വോട്ടോടെ പരാജയപ്പെടുത്തി. ആദ്യം നാമനിർദ്ദേശം നൽകിയത് എൻഡിഎയുടെ ഓം ബിർളയായിരുന്നു. രണ്ടാം തവണയും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കാറും ട്രക്കും കൂട്ടിയിടിച്ച് അപകടം. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപം കാറും പിക്കപ്പ് ട്രക്കും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ തോട്ടുമുഖം ചെർക്കര വീട്ടിൽ റാഷിദിനും കൊല്ലം കോട്ടിൽ പുത്തൻ വീട്ടിൽ ഷെർന എന്നിവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ ആലുവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് അത്യാധുനിക ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി സംവിധാനം. രക്തം ശേഖരിക്കുന്നത് മുതൽ നൽകുന്നത് വരെ നിരീക്ഷിക്കാൻ കഴിയും. സംസ്ഥാനത്തെ രക്തശേഖരണ രംഗത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ പുതിയ സംവിധാനം വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രക്തം ശേഖരിക്കുന്നത് മുതൽ ഒരാൾക്ക് നൽകുന്നത് വരെ നിരീക്ഷിക്കാൻ കഴിയുന്ന അത്യാധുനിക ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി സംവിധാനമാണ് നടപ്പിലാക്കുന്നത്. ട്രയൽ റൺ വിജയകരമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് 42 സർക്കാർ ബ്ലഡ് ബാങ്കുകളിലും 57 ബ്ലഡ് സ്റ്റോറുകളിലും ഈ സംവിധാനം നടപ്പിലാക്കാനുള്ള പരിശ്രമത്തിലാണ് ആരോഗ്യവകുപ്പെന്ന് മന്ത്രി വ്യക്തമാക്കി. സാധാരണ രക്തം സൂക്ഷിക്കുന്നത് 2 മുതൽ 8 ഡിഗ്രി താപനിലയിലാണ്. ഈ താപനില കൂടിയാലോ കുറഞ്ഞാലോ രോഗിയുടെ ശരീരത്തിൽ റിയാക്ഷൻ ഉണ്ടാകും. ഈ സാങ്കേതിക വിദ്യയിലൂടെ കൃത്യമായ താപനില നിരീക്ഷിക്കാൻ കഴിയുന്നു. രക്തം എക്സ്പയറി ഡേറ്റ് കഴിയാതെ കൃത്യമായി പോർട്ടിലൂടെ ഓർമ്മിപ്പിക്കാനും ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുന്നു. അതിനാൽ പാഴാവുന്ന രക്തം പരമാവധി കുറയ്ക്കാനും സാധിക്കുന്നു. സിദ്ധാർത്ഥന്റെ മരണം. പ്രതികൾക്ക് പരീക്ഷാ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. സർവകലാശാല ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്കാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. എന്നാൽ പ്രതികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കില്ല. റാഗിംഗ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ കോളേജ് പുറത്താക്കിയ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ച് പരീക്ഷ എഴുതാനുള്ള ഉത്തരവ് നേടുകയായിരുന്നു. പിന്നാലെ സർവകലാശാല വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്തണമെന്ന് പറഞ്ഞ് പ്രത്യേക ഉത്തരവിറക്കി. ജാമ്യ വ്യവസ്ഥകൾ പ്രകാരം പ്രതികൾക്ക് വയനാട് ജില്ലയിൽ പ്രവേശിക്കാനാകില്ല. അതിനാൽ തൃശൂരിലെ മണ്ണുത്തിയിൽ പരീക്ഷാ കേന്ദ്രം ഒരുക്കി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികൾ നൽകിയ ഹർജി കോടതി അനുകൂല ഉത്തരവ് നൽകുകയായിരുന്നു. പ്രാക്ടിക്കൽ പരീക്ഷ ഉൾപ്പെടെ അടുത്ത ദിവസങ്ങളിൽ നടക്കും. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടമനുസരിച്ച് 75% ഹാജരില്ലെങ്കിൽ പരീക്ഷ എഴുതാനാകില്ല. കുറ്റമേറ്റ് പ്രതി. കളിക്കാവിളയിൽ ക്വാറി ഉടമ കരമന സ്വദേശി ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കൊട്ടേഷൻ നൽകിയതാരെന്നും പണം എവിടെയെന്നും വെളിപ്പെടുത്താതെ ഗുണ്ടാ നേതാവ് അമ്പിളി.
മൊഴികൾ മാറ്റി പറഞ്ഞ് പ്രതി പോലീസിനെ കബളിപ്പിക്കുകയെന്നാണ് വിവരം. അതേസമയം എല്ലാ കുറ്റവും പ്രതി സ്വയം ഏറ്റെടുത്തതായും വിവരമുണ്ട്. സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നു വരികയാണ്. കളിയിക്കാവിള പോലീസ് അറിയിച്ചു. ഡേവിഡ് വാർണർ വിരമിച്ചു. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച് ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർ 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ സെമി ഫൈനലിലെത്താതെ പുറത്തായിരുന്നു. ഇന്ത്യക്കെതിരായ സൂപ്പർ 8 പോരാട്ടമാണ് താരത്തിൻ്റെ കരിയറിലെ അവസാന രാജ്യാന്തര മത്സരം. 2020 ലോകകപ്പിന് ശേഷം രാജ്യാന്തര കരിയർ അവസാനിപ്പിക്കുമെന്ന് വാർണർ നേരത്തെ പ്രഖ്യാപിച്ചു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്കായി കളിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് വാർണർ മുൻപ് പ്രതികരിച്ചിരുന്നു. ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ വാർണർ ഇനിയും കളിച്ചേക്കും. ഓസ്ട്രേലിയയ്ക്കായി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇളവ് അനുവദിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ വീണ്ടും മാറ്റം. 3000 അപേക്ഷകളിൽ കൂടുതൽ കെട്ടിക്കിടക്കുന്നിടത്ത് 40 ടെസ്റ്റുകൾ അധികമായി നടത്തും. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ കാലപരിമിതി 18 നിന്ന് 22 വർഷമായി ഉയർത്തി. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഹാജരാവുന്നതിലും ഇളവ് അനുവദിച്ചു. CADU പ്രതിനിധികളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സമരരംഗത്തേക്ക്. വേതന പാക്കേജ് കാലോചിതമായി പരിഹരിക്കുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കോടതി വിധിയിൽ പറയുന്ന റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നൽകിയ നിവേദനങ്ങൾ നിരസിക്കപ്പെടുന്നത് സാഹചര്യത്തിൽ ജൂലൈ 8, 9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരങ്ങൾക്ക് മുന്നോടിയായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ 48 മണിക്കൂർ ധർണയും ഉപവാസവും നടത്തുമെന്ന് കോഓർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ശ്രീകുമാർ അറിയിച്ചു. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ തിരുപുറം ശ്രീകുമാർ, പെരുങ്കടവിള സുരേഷ്, പാറശാല സജീവ്, ധനകുമാർ, മംഗലത്തുകോണം മോഹൻ എന്നിവർ നേതൃത്വം നൽകി. ശിവഗിരി HS റേഡിയോ സ്കൂൾ വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനമായ ജൂൺ 21 ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്ന സന്ദേശമുയർത്തി അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. യോഗ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം പ്രധാനാധ്യാപിക ശ്രീമതി സിനിമോൾ നിർവഹിച്ചു. യോഗ പരിശീലനത്തിലൂടെ ലഭ്യമാകുന്ന ആത്മീയവും ഭൗതികവുമായ സവിശേഷതകളെക്കുറിച്ച് സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അഖിൽ സംസാരിച്ചു. തുടർന്ന് ശിവഗിരി സ്കൂളിലെ കായിക അധ്യാപകൻ ശ്രീഷാക്കുട്ടിയുടെ നേതൃത്വത്തിൽ യോഗാ പ്രദർശനവും പരിശീലനവും നടന്നു. ആത്മ 2K24 എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പരിശീലന പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും JRC സ്കൗട്ട് ഗൈഡ്സ് യൂണിറ്റുകളും പങ്കെടുത്തു. പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളിലൂടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും യോഗാ പരിശീലനം ലഭ്യമാകുന്ന പ്രോജക്റ്റാണ് ആത്മ 2K24. ലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകളിൽ നിന്നും വിട്ടുനിൽക്കാനും സ്വാഭിമാനത്തോടെ നിലകൊള്ളാനും മാനസികമായി കരുത്താർജിക്കാനും കഴിയുന്ന വിധത്തിൽ കുട്ടികളെ മാറ്റിയെടുക്കുകയാണ് ആത്മ 2K24 ലക്ഷ്യം വയ്ക്കുന്നത്. വായനാദിന വാരാചരണത്തിന്റെ സമാപന സമ്മേളനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 25/6/24 അധ്യാപകനും പ്രാസംഗികനുമായ ശ്രീ G. അജയൻ നിർവഹിച്ചു. ഒപ്പം വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം കൂടി ഈ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും നടന്നു. സ്കൗട്ട്സ് ഗൈഡ്സ് JRC യൂണിറ്റുകൾ സംഘടിപ്പിച്ച ഏകദിന റൈഫിൾ പരിശീലനം കുട്ടികൾക്ക് പുതിയ ഒരു അനുഭവമായിരുന്നു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. വാട്സാപ്പിലൂടെ ഇനി വിമാന ടിക്കറ്റുകളും ബുക്ക് ചെയ്യാം. ഓം ബിർള രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കർ. കാറും ട്രക്കും കൂട്ടിയിടിച്ച് അപകടം. സംസ്ഥാനത്ത് അത്യാധുനിക ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി സംവിധാനം. സിദ്ധാർത്ഥന്റെ മരണം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇളവ് അനുവദിച്ചു. ഡേവിഡ് വാർണർ വിരമിച്ചു. കുറ്റമേറ്റ് പ്രതി. റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. നമസ്കാരം, ഞാൻ 8Cയിലെ അജീറാണ്. ഇന്നത്തെ കഥയോലയിൽ 400 ഡേയ്സ് എന്ന പുസ്തകത്തിന്റെ വായനാക്കുറിപ്പാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് 400 ഡേയ്സിലേക്ക് ഒരു യാത്ര പോയാലോ? വരൂ കൂട്ടുകാരെ.
തകരുന്ന കുടുംബജീവിതവും വ്യക്തിത്വവുമായി പൊരുതുമ്പോൾ കാണാതാകുന്ന മകളെ കണ്ടെത്താൻ ദൃഢനിശ്ചയം ചെയ്യുന്ന ആലിയ എന്ന അമ്മയുടെ കഥയാണ് 400 ഡേയ്സ്. ഗുരുഗ്രാമിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ കേശവരാജ് പുരോഹിത് കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ഒരു കരിയറിനായി തയ്യാറെടുക്കുന്ന അയാൾ ആലിയയെ പരിചയപ്പെടുകയും അവൾ മുഖേന സമ്പന്നരായ അറോറ കുടുംബത്തിലെ മറ്റുള്ളവരെ അറിയുകയും ചെയ്യുന്നു. കുടുംബം മുഴുവൻ ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ നഗരത്തിന് മറ്റൊരു ഭാഗത്തുള്ള മുത്തശ്ശിയുടെ ബംഗ്ലാവിൽ നിന്ന് ദുരൂഹമായി തട്ടിക്കൊണ്ടുപോയ 12 വയസ്സുള്ള മൂത്ത മകൾ സിയയെ കണ്ടെത്താൻ ആലിയ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ കേശവന്റെ സഹായം തേടുന്നു. 1-2 മാസങ്ങൾക്ക് ശേഷം പോലീസ് കേസ് അന്വേഷണം നിർത്തിവെച്ചു. സിയ ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രതീക്ഷ എല്ലാവരും ഉപേക്ഷിച്ചു. ആലിയ ഒഴികെ എല്ലാവരും. ആരാണ് തട്ടിക്കൊണ്ടുപോയത്? എന്തിനാണ് സിയയെ തട്ടിക്കൊണ്ടുപോയത്? മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കുട്ടി അപ്രത്യക്ഷമായത്? ഇതിന് പിന്നിൽ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പോയ വാരത്തിലെ വിജയി നിമിഷ ബിജു, 9ാം ക്ലാസ് C ഡിവിഷൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഡേവിഡ് വാർണർ ഏതു രാജ്യക്കാരനാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.